വമ്പൻ റീ റിലീസിൽ കൊമ്പൻ ലാലേട്ടൻ തന്നെ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. പോലീസ് സ്റ്റേഷനിൽ നിന്ന് അടികൊണ്ട മുള്ളൻ ചന്ദ്രപ്പനും ടോമിച്ചനും കൂടി ഇവരെ സൂക്ഷിക്കുക എന്ന ബോർഡിലേക്ക് നോക്കുമ്പോൾ പാൻറ്റും ടിൽറ്റുമായി ക്യാമറ നീങ്ങി. മനസ്സ് തുറന്ന് ചിരിക്കുന്ന ലാലേട്ടൻ്റെ ഫോട്ടോ. തൊട്ടടുത്ത മൊമെന്റിൽ കൊച്ചി കാർണിവലിൻ്റെ അകമ്പടിയോടെ പിങ്ക് കോസ്റ്റ്യൂമും ഇട്ട് ചെട്ടികുളങ്ങര പാടുന്ന തലയുടെ കിടുക്കാച്ചി ഇൻട്രോ. മലയാളത്തിൽ ഒരു എൻ്റർടൈൻമെൻറ്റ് സിനിമയിലെ നായകന് കിട്ടാവുന്നതിൽ വെച്ച് ദി ബെസ്റ്റ് ഇൻട്രോ. ജൂൺ 6-ന് 18 വർഷങ്ങൾക്ക് ശേഷം തിയേറ്ററിൽ എത്തിയ തലയുടെയും പിള്ളേരുടെയും മലയാളികൾ ഏറ്റെടുത്തിരിക്കുകയാണ്. വളരെ കുറച്ച് തിയേറ്ററുകൾ മാത്രം ആദ്യ ദിവസം ഷോ ഉണ്ടായിരുന്ന ഛോട്ടാ മുംബൈ പിന്നീട് പ്രേക്ഷകരുടെ അഭ്യർത്ഥനയെ തുടർന്ന് കൂടുതൽ സ്ക്രീനുകൾ ചാർട്ട് ചെയ്യുകയായിരുന്നു. 40 ലക്ഷം ഓപ്പണിംഗ് കളക്ഷൻ നേടിയ ചിത്രം സെക്കൻഡ് ഡേ 75 ലക്ഷത്തോടടുത്ത് നേടി കുതിപ്പ് തുടരുകയാണ്. എന്നാൽ ഇതാദ്യമായല്ല റീ റിലീസ് ചെയ്ത മോഹൻലാൽ ചിത്രം പ്രേക്ഷകർ ആഘോഷമാക്കുന്നത്. റെയ്ബാനും വെച്ച് മുണ്ടു പറിച്ച് അടിയുമായി തുടങ്ങിയതാണ് മക്കളെ സിനിമയിലെ റീ റിലീസ് ട്രെൻഡ്. തമിഴിൽ തുടങ്ങി ഈ ട്രെൻഡ് മലയാള സിനിമയിലേക്ക് വന്നതും ലാലേട്ടൻ ചിത്രങ്ങളിലൂടെയാണ്. 2023 ഫെബ്രുവരി 9-ന് സ്ഫടികം തിയേറ്ററുകളിൽ എത്തിയപ്പോൾ ആടുതോമ വീണ്ടും ആഘോഷമാക്കിയിരുന്നു. 5 കോടിക്കടുത്ത് ബോക്സ് ഓഫീസ് കളക്ഷൻ നേടാനും ഈ ഭദ്രൻ ചിത്രത്തിനായി. റിലീസ് ചെയ്ത ആദ്യകാലത്ത് തിയേറ്ററിൽ ദയനീയമായി പരാജയപ്പെട്ട ദേവദൂതനും റീ റിലീസ് ചെയ്തപ്പോൾ പ്രേക്ഷകർ ഏറ്റെടുത്തിരുന്നു. കഴിഞ്ഞ വർഷം തിയേറ്ററുകളിൽ എത്തിയ ദേവദൂതന് 3 കോടിക്ക് മുകളിൽ കളക്ഷൻ കിട്ടി. മലയാളത്തിലെ എവർഗ്രീൻ ക്ലാസിക് എന്ന് വിശേഷിപ്പിക്കാവുന്ന മണിച്ചിത്രത്താഴ് മോശമല്ലാത്തൊരു തുക തന്നെ റീ റിലീസ് വഴി ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയിരുന്നു. ലാലേട്ടൻ ചിത്രങ്ങൾ മാത്രമല്ല മലയാളത്തിൽ റീ റിലീസായി എത്തിയിട്ടുള്ളത്. മമ്മൂട്ടി നായകനായ ആവനാഴി, ഒരു വടക്കൻ വീരഗാഥ, പാലേരി മാണിക്യം, ഒരു പാതിരാ കൊലപാതകത്തിന്റെ കഥ, വല്യേട്ടൻ തുടങ്ങിയ ചിത്രങ്ങളും പൃഥ്വിരാജ് നായകനായ അൻവറും വാലന്റൈൻസ് ഡേ സ്പെഷ്യലായി പ്രേമവും ഹൃദയവുമൊക്കെ എത്തിയിരുന്നു. എന്നാൽ ഇക്കൂട്ടത്തിൽ വല്യേട്ടൻ മാത്രമാണ് തരക്കേടില്ലാത്ത രീതിയിൽ ബോക്സ് ഓഫീസിൽ പ്രകടനം കാഴ്ചവെച്ചത്. റീ റിലീസ് ഓപ്പണിംഗ് ഡേയിലെ കളക്ഷനിൽ 3-ാം സ്ഥാനത്താണ് ഛോട്ടാ മുംബൈ. സ്ഫടികവും മണിച്ചിത്രത്താഴുമാണ് ഇതിനു മുന്നിൽ. ദേവദൂതൻ 4-ാം സ്ഥാനത്തും 5-ാം സ്ഥാനത്ത് വല്യേട്ടനുമാണ് ഉള്ളത്. ഇത്രയേറെ സിനിമകൾ റീ റിലീസ് ചെയ്തിട്ടും മോഹൻലാൽ കേന്ദ്ര കഥാപാത്രങ്ങളായ ചിത്രങ്ങൾക്ക് മാത്രമാണ് പ്രേക്ഷക സ്വീകാര്യത ലഭിക്കുന്നുള്ളൂ. എൻ്റർടൈൻമെൻറ്റ് ഫാക്ടറുള്ള, റിപ്പീറ്റ് വാല്യൂ ഉള്ള ചിത്രങ്ങളാണ് തിയേറ്ററിൽ ആഘോഷമാക്കുന്നത് വ്യക്തം. അതിന് തെളിവാണ് അവസാനമായി തിയേറ്ററുകളിൽ എത്തിയ ഛോട്ടാ മുംബൈയും. നിങ്ങൾ ഇപ്പോൾ വായിച്ച ദേവ പുസ്തകത്തിലെ ദുഷ്ടനും അധർമ്മിയും ശത്രുവും ഞാൻ തന്നെയോ, പേര് നടേശൻ എന്ന ഡയലോഗിലൂടെ മാസ് കാ ബാപ്പ് ആയി എത്തിയ കലാഭവൻ മണിയും സ്ഥിരം നായികാസങ്കല്പങ്ങളെ തച്ചുടച്ച് ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ട് എത്തുന്ന പറക്കും ലതയും ചിത്രത്തിന് ആവേശമായി. മുള്ളൻ ചന്ദ്രപ്പനും പടക്കം ബഷീറും ടോമിച്ചനും സൈനുവും തലയോടൊപ്പം ആറാടിയ ചിത്രത്തിൽ അൻവർ റഷീദ് എന്ന ക്രാഫ്റ്റ്മാനും രാഹുൽ രാജ് എന്ന മ്യൂസിക് ഡയറക്ടറും അറിഞ്ഞു പണിയെടുത്തപ്പോൾ ലഭിച്ചത് മലയാളത്തിലെ എക്കാലത്തെയും മികച്ച എൻ്റർടൈൻമെൻറ്റ് ചിത്രങ്ങളിൽ ഒന്നായിരുന്നു. ഛോട്ടാ മുംബൈക്ക് പുറമെ ദേവാസുരം, ആറാം തമ്പുരാൻ, കിരീടം, കാലാപാനി തുടങ്ങിയ മോഹൻലാൽ ചിത്രങ്ങളും 4K റെസല്യൂഷനിൽ തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് സൂചനകൾ. ഈ സിനിമകളും പ്രേക്ഷകർ കൊണ്ടാടുമോ എന്ന് കാത്തിരുന്നു കാണാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക.